സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PSC ബുള്ളറ്റിനിൽ പ്രത്യേകം പഠിക്കാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും പഠിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക്, പദ്ധതിയുടെ പേരെന്താണ്? സ്വദേശി ദർശൻ 2.0. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. അടുത്ത ചോദ്യം, ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. പ്രൈസിന്റെ പേര് ഇറാസസ് പ്രൈസ്. ആർക്കാണ് ലഭിച്ചത്? അമിതാവ് ഘോഷ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷം ആപ്ലിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്നത്. സി വിജിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. 85 വയസ്സ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായമാണ് 85 വയസ്സ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നഫീസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നഫീസ് എന്നാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്നാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അടുത്ത ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തെയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായതാണ് സദാനന്ദ് വസന്ത് ദാത്തെ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഭരണഘടനാ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കറുടെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡയിലാണ്. വിജയവാഡ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. അടൽ സേതു അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ് ആണ്. പ്രൊഫസർ
BR കമ്പോജ് ആണ്. MS സ്വാമിനാഥൻ പുരസ്കാരം പ്രൊഫസർ BR കമ്പോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശില് വൃന്ദാവൻ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതനാണ്. ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. സൂറത്ത് ആൻഡ് ഇൻഡോർ. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത് ആൻഡ് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശില് ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം. ഉത്തർപ്രദേശില് ലക്നൗ. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി യോഗി രാജ് അരുൺ. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? യോഗി രാജ് അരുൺ ആണ്. യോഗി രാജ് അരുൺ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ്? 75 രൂപ നാണയമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. പത്മശ്രീ ലഭിച്ച ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി പാർവതി ബർവയാണ്. പാർവതി ബർവ. ഹസ്തി കന്യ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഹസ്തി കന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? പാർവതി ബാർവയാണ്. ആസാം സ്വദേശിനിയാണ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആന പാപ്പാനാണ് പാർവതി ബർവ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ. തന്തൈ പെരിയാർ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എവിടെയാണ്? ഈറോഡിലാണ്. ഈറോഡ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ്. ഈഫൽ ടവർ. പാരീസിലെ ഈഫൽ ടവർ ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതാണ്? ബംഗളൂരു ആണ്. ലോകത്തില് 6ാമത്തെ, ഇന്ത്യയില് 1ാമത്തെ നഗരം ഏതാണ്? ബംഗളൂരു. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ഭംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ ആണ്. ആരുടെയൊക്കെയാണ്? ഷാഹുൽ ഹമീദ്, ഭംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാൻ ആണ്.
കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്. കരസേനയിൽ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ. ഭാരതരത്നം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ആർക്കൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ്. കർപ്പൂരി താക്കൂർ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? വായുശക്തി നടന്നത് പോക്രാനിലാണ്. രാജസ്ഥാനില് പോക്രാനിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത്. പോക്രാൻ, രാജസ്ഥാനിലെ പോക്രാൻ. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ. ഡെസേർട്ട് സൈക്ലോൺ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു? ഇന്ത്യയും UAEയുമാണ്. എവിടെ വെച്ചാണ് നടന്നത്? രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. അഭ്യാസത്തിന്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ. അടുത്ത ചോദ്യം. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നേവി മുംബൈയിലാണ്. അടുത്ത ചോദ്യം. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം അറിയപ്പെട്ടത് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി. എവിടെ നിന്നുമാണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനികാഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനികാഭ്യാസമാണ് ഡെവിൾ ട്രക്ക്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14 ആണ്. GSLV F-14. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. അടുത്ത ചോദ്യം. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ധവലൂരി. പവൻ ധവലൂരി. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവലൂരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ് ആണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ എക്സ്പോസാറ്റ് ആണ്. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം POEM 3. PSLV
ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. പോയം 3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. സൗരഗ്രഹത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. അടുത്ത ചോദ്യം, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ്. പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാപ്ക്ക് അർഹനായത് നരേന്ദ്രമോദി. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. എത്ര ദിവസത്തേക്ക്? 10 ദിവസത്തേക്ക്. ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്തെ വാർഷികമാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബെഗുസരായ്, ബീഹാറിലെ ബെഗുസരായ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബീഹാറിലെ ബെഗുസരായ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷ്. പേരാണ് ധനുഷ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായിട്ട് ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ അഗ്നി 5 ആണ്. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നതാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മിസൈലാണ് അഗ്നി 5. മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ്
യുവിക. പ്രോഗ്രാമിന്റെ പേര് യുവിക. നടത്തുന്നത് ISRO. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. IIT മദ്രാസ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032 ആണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. നൗസേനാ ഭവൻ, പേര് നൗസേനാ ഭവൻ, സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേല ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും ആസാമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് സേല ടണൽ. ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും ആസാമിലെ തേസ്പൂരിനെയുമാണ്. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. എവിടത്തെയാണ്? അരുണാചൽ പ്രദേശിലെയാണ്. എത്രാമത്തെ ജില്ലയാണ്? 27ാമത്തെ ജില്ലയാണ് ബിച്ചോം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ദ്വാരക എക്സ്പ്രസ് വേ 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയുമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി NCSE ചെയർമാൻ കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഭാരത് ശക്തി. എവിടെയാണ് നടന്നത്? പൊക്രാനിലാണ്. ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂരാണ്. ഒഡീഷയിലെ സാമ്പൽപൂരാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത്. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായത്. മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവി ആരാണ്? അഡ്മിറൽ R ഹരികുമാർ ആണ്. അഡ്മിറൽ R ഹരികുമാർ. എവിടെയാണ്? മിനിക്കോയിലാണ്. INS ജഡായു. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാരാണ്? ധനുഷ്. ദ കിങ് ഓഫ് മ്യൂസിക് ആരുടെ കഥ പറയുന്നു? ഇളയരാജയുടെ കഥ പറയുന്നു. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ഗുൽസാർ, ഉറുദു കവിയായ ഗുൽസാർ. രാം ഭദ്രാചാര്യ, സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യ, ഉറുദു കവിയായ ഗുൽസാർ എന്നിവർക്കാണ് 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഗാൽവിൽക്കർ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി MM നരവാനി. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം.
തമിഴകം വെട്രി കഴകം. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റങ്പോ. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റങ്പോ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാരൂഖ് ഖാൻ ആണ്. സിനിമ ജവാൻ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടി നയൻതാര. ചിത്രം ജവാൻ. റാണി മുഖർജി മിസിസ് ചാറ്റർജി നോർവേ എന്ന ചിത്രം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക. ചിത്രം ആനിമൽ. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ഷഫീഖുർ റഹ്മാൻ.